പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്നു എല്ലാ പ്രിയപ്പെടുന്നു വീണ്ടും വരുന്നവനായി യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും നന്മത്തെയും അറിയിക്കുന്നു. ഇത് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു: മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ അവൻ നിങ്ങൾക്ക് കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവന് പോക്കുവഴിയും നൽകുന്നു. സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല. അതായത് മനുഷ്യർക്ക് സഹിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ പ്രലോഭനങ്ങൾ കടന്നു വന്നിട്ടുണ്ടാകാം. എന്നാൽ ഹല്ലേലൂയ, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമല്ല. നിങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമോ അത്രമാത്രമേ എന്ത് ചെയ്തുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷകൾ, പ്രതിസന്ധികൾ കടന്നു വരികയുള്ളൂ. ദൈവം വിശ്വസ്തനായി നമുക്കറിയാം. ഹല്ലേലൂയ. പത്രോസിനോട് കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, പിശാച് നിന്നെ പാറ്റേണ്ടതിന് ഹല്ലേലൂയ അവൻ എന്നോട് അനുവാദം ചോദിച്ചു, പക്ഷെ എന്നാൽ ഞാൻ എന്റെ വിശ്വാസം പോയി പോകുമെന്ന് കരുതിയിട്ട് ഞാൻ അനുവദിച്ചില്ല. ഹല്ലേലൂയ. അവിടെ അപ്പോസ്തലനായ പത്രോസിനെ കുറിച്ച് കർത്താവ് പറയുന്നു, വിശ്വാസത്തെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഹല്ലേലൂയ പ്രതിസന്ധികൾ ദൈവം നമ്മെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. പറയുകയാണ്, മനുഷ്യർക്ക് നടപ്പില്ലാത്ത, അല്ലെങ്കിൽ മനുഷ്യർ കേട്ടിട്ടില്ലാത്ത, മനുഷ്യർ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത പരീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കത്തില്ല. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുന്നതിന് മീതെ പ്രതിസന്ധികൾ ഹല്ലേലൂയ വരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയുടെ കൂടെ അവൻ പോക്കുവഴി ഉണ്ടാക്കും. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്ന പ്രതിസന്ധികളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ആ പ്രതിസന്ധിയെ മറികടക്കുവാൻ ദൈവം ഹല്ലേലൂയ നീക്കുപോക്കുണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. ചില സമയങ്ങളിൽ നമ്മൾ തന്നെ പറയാറില്ലേ, എനിക്ക് ഈ പ്രതികൂലത്തിൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ തകർന്നു പോകും, എനിക്ക് ഈ പ്രതിസന്ധി കണ്ടിട്ട് ഹല്ലേലൂയ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ പ്രതിസന്ധിയുടെ മുമ്പിൽ പതറിപ്പോയി വിശ്വാസം നഷ്ടപ്പെട്ടു പോയി പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്ന പരീക്ഷയെ ദൈവം അനുവദിക്കത്തുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയിൽ നിന്നുകൊണ്ട് പറയുകയാണ്. നമുക്കറിയാം, കൊരിന്ത്യ സഭയിൽ അനേക ഹല്ലേലൂയ തകർച്ചകൾ കടന്നു വന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അവിടെ വിഗ്രഹാരാധന സഭയ്ക്ക് വിരോധമായി മറ്റുള്ള മതങ്ങളിൽ നിന്ന് സഭയ്ക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്, സഭയിൽ വിശ്വാസികളെ, നിങ്ങൾക്ക് പ്രതിസന്ധികളുണ്ട്, പക്ഷേ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പോകാതെ ഹല്ലേലൂയ ക്രിസ്തുവിൽ നിലനിൽക്കുമെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ വിടുതൽ ഉണ്ടാകും, സമാധാനം ഉണ്ടാകുമെന്ന് പറയുകയാണ് അപ്പോസ്തലനായ പൗലോസ്. അവിടെ അത് മാത്രമല്ല, അവിടെ കൊരിന്ത്യ സഭയിൽ പരസ്പരമുള്ള വിഭജനമുണ്ടായിരുന്നു, വിഗ്രഹാരാധന സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ പല ദുരുപദേശങ്ങൾ സഭയിൽ കടന്നു വന്നു. അതെല്ലാം ഓർക്കുമ്പോൾ സഭയിലുള്ള വിശ്വാസികൾ പിന്നെയും ക്രിസ്തുവിനെ പിൻപറ്റുന്ന വിശ്വാസികൾക്ക് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സഭകളിലൊക്കെയും പലതരത്തിലുള്ള വിശ്വാസികളാണ്. ദൈവവചനത്തെ മുറുകെ പിടിക്കുന്നവരുണ്ട്, എന്നാൽ
ദൈവം അതിനെ കൂട്ടിക്കളഞ്ഞിട്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് നടക്കുന്നവരുണ്ട്, ദൈവത്തെ അനുസരിക്കാത്തവരുണ്ട്. ഹല്ലേലൂയ. ആ സഭയിലൊക്കെ ആരാധനയൊക്കെ ശരിയാ, പക്ഷെ എന്താ ചെയ്യുക, പലപ്പോഴും ദൈവത്തെ അനുസരിക്കാത്തവരുണ്ട്. പക്ഷെ എന്ത് ചെയ്യുക, ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ഹല്ലേലൂയ, ഈ സഭയിലുള്ള അനുസരിക്കാത്തവർ, ദൈവത്തിന്റെ സന്നദ്ധി കീഴ്പ്പെടാത്തവർ എന്ത് ചെയ്യുക, ഒരു പ്രതികൂലമാണ്. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് ഈ പ്രശ്നങ്ങളാണ്. നിങ്ങൾ വഴിതെറ്റി പോകുമ്പോൾ, നിങ്ങളുടെ ഇഷ്ടത്തിന് പോകുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങൾ വിശുദ്ധി നയിക്കാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, കൂടെയുള്ളവർക്ക് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു മനുഷ്യവർഗത്തിന് പൊതുവായുള്ള, അതായത് മനുഷ്യർക്ക് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ പ്രതിസന്ധി ആർക്കും വന്നിട്ടില്ല, അത്രമാത്രം പ്രതിസന്ധികളായി എനിക്ക് വന്നത്, ഹല്ലേലൂയ എന്നൊക്കെ നാം പറയാറില്ലേ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ, നിങ്ങൾ ദൈവം വിശ്വസ്തനാണ്, നിങ്ങൾക്ക് സഹിക്കുന്ന തരത്തിലുള്ള ഹല്ലേലൂയ പരീക്ഷകളെ ദൈവം നൽകി തരത്തുള്ളൂ. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് രക്ഷപ്പെടുവാനും ഹല്ലേലൂയ സഹിക്കുവാനുള്ള മാർഗം ദൈവം എന്ത് ചെയ്യുക, തുറന്നു നൽകും. എന്തൊക്കെ ദൈവം സകലത്തിന്റെ ഉന്നതനായ ദൈവമാണ്. കർത്താവ് സകലത്തിന്റെ പൂർണ്ണനാണ്. ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒരു കാര്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ. എവിടെ സഭയ്ക്കകത്ത് പീഡനങ്ങളൊക്കെ നേരിട്ടപ്പോൾ ഹല്ലേലൂയ സഭയോട് ദൈവം അപ്പോസ്തലനായ പൗലോസിലൂടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് പോക്കുവഴി നൽകുന്നവൻ കൂടെയുണ്ട്. പ്രിയരെ, വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കേൾക്കുന്ന ഈ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുന്ന മാത്രമേ നിങ്ങൾക്ക് ദൈവം അനുവദിക്കത്തുള്ളൂ. കുടുംബത്തിന്റെ മേഖലകളായാലും, തലമുറയുടെ വിഷയങ്ങളായാലും, ജോലി മേഖലകളായാലും, വിശ്വാസത്തിന്റെ പരിശോധനകളായാലും കുഞ്ഞെ നീ സഹിക്കുവാൻ തയ്യാറാണെങ്കിൽ വലിയൊരു പ്രവൃത്തി ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ഇടയായിത്തീരും. സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും, നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. നിന്നെ പ്രതിസന്ധി എടുത്ത് മറുകര ദൈവം എത്തിക്കുവാൻ ഇടയാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നും ഓർത്ത് ഭാരപ്പെടണ്ട, നിരാശപ്പെട്ടു പോകണ്ട. നിന്റെ നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കി തരും. ദൈവം സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കുഞ്ഞെ, നിന്റെ ജീവിത ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. യേശു വിശ്വസ്തനാണ്, അവൻ നിന്റെ ജീവിത അത്ഭുതങ്ങളെ ചെയ്യും. സ്തോത്രം.